അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച്, പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക്. യമനിൽ ഒരു യുവതി ഇബാദത്തിൽ മുഴുകിക്കഴിയുകയായിരുന്നു. മഹദിയുടെ സ്വഭാവ മഹിമയും ഇബാദത്തും ആളുകളിൽ മതിപ്പുളവാക്കി. ചെറുപ്പം മുതൽക്കേ ഈ സ്വഭാവ ഗുണങ്ങൾ അവളിൽ നിക്ഷിപ്തമായിരുന്നു. എന്നാൽ ഇടക്കാലത്ത് വെച്ച് ആ മഹദി അയൽവാസികളിൽ ചില സംശയങ്ങൾ സൃഷ്ടിച്ചു. കാരണം മറ്റൊന്നുമല്ല, മഹദി രാത്രി എല്ലാവരും ഉറങ്ങിയാൽ രഹസ്യയാത്ര നടത്തുന്നുണ്ടെന്നൊരു അപവാദം നാട് മുഴുവൻ പ്രചരിച്ചു. ചിലർ ഉറക്കമൊഴിച്ച് കാത്തിരിഞ്ഞ് പരിശോധിച്ചപ്പോൾ ആ വാർത്ത ശരിയാണെന്ന് ബോധ്യപ്പെടുകയുണ്ടായി. അർദ്ധരാത്രിയിലാണ് അവരുടെ സഞ്ചാരം. എന്നാൽ എങ്ങോട്ടേക്കാണ് അവർ പോകുന്നതെന്ന് കണ്ടുപിടിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. ഒരു ദിവസം നാട്ടിലെ ചില ചെറുപ്പക്കാർ മഹദി അറിയാതെ അവരെ പിന്തുടർന്നു. മഹദി ആ പാതിരാക്ക് ചെന്നെത്തിയത് ഒരു മരുഭൂമിയിലാണ്. അവിടെ തൻ്റെ മുസല്ല വിരിച്ച് നിസ്കാരത്തിൽ പ്രവേശിച്ചു. പിന്തുടർന്ന യുവാക്കൾ അകലെ നിന്ന് മഹദിയുടെ അനക്കങ്ങൾ ശ്രദ്ധിക്കുകയാണ്. നിസ്കാരത്തിൽ മുഴുകിയ ഉടനെ 2 സിംഹങ്ങൾ മഹദിയുടെ ഇടത്തും വലത്തും കാവൽ നിൽക്കുന്ന കാഴ്ച കണ്ട് ആ യുവാക്കൾ ഞെട്ടി. അതോടുകൂടി ആ സിംഹങ്ങൾ ആ യുവാക്കളുടെ നേരെ ചാടി വീണു. അവർ ഉറക്കെ അട്ടഹസിച്ച് നിലവിളിച്ചു. അപ്പോഴേക്കും ആ മഹദി ഓടി വന്നു സിംഹങ്ങളെ തടുത്തു നിർത്തി. മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആ യുവാക്കൾ പിന്നെ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ ഓടി രക്ഷപ്പെടുകയായിരുന്നു. അതോടെ നാട്ടുകാർക്ക് ആ മഹദിയെ പറ്റിയുണ്ടായ സംശയങ്ങൾ നീങ്ങി. അവർ അള്ളാഹുവിനോട് മാപ്പ് ചോദിച്ചു. ഇങ്ങനെയുള്ള പല തെറ്റിദ്ധാരണകളും പലർക്കും ഔലിയാക്കന്മാരെ പറ്റി ഉണ്ടാകാറുണ്ട്. മഹാത്മാവായ ഷെയ്ഖ് ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു കുപ്പത്തൊട്ടിയിൽ കിടക്കുന്ന ഭക്ഷണം വാരി തിന്നാറുണ്ടായിരുന്നു. അതിൽ കിടക്കുന്ന കീറത്തുണികൾ ഉടുത്താണ് ധരിച്ചിരുന്നത്. കുട്ടികൾ ആ അതിമനുഷ്യനെ കൂകി വിളിച്ച് പരിഹസിക്കുമ്പോൾ അദ്ദേഹം പുഞ്ചിരിക്കുകയായിരുന്നു പതിവ്. പക്ഷേ പിൽക്കാലത്ത് ആ മഹാത്മാവിൻ്റെ മഹത്വം ലോകം അംഗീകരിക്കുകയായിരുന്നു. ഒരു സൂഫി വര്യൻ തനിക്ക് വേണ്ടി സ്വന്തം വളപ്പിൽ ഒരു ഖബറിൻ്റെ പണി തീർത്തു. പിന്നെ ദിവസേന അതിൽ കുറച്ചു നേരം ഇറങ്ങി കിടക്കാൻ പതിവാക്കി. മയ്യത്തിനെ പോലെ ആ ഖബറിൽ കിടന്നുകൊണ്ട് അദ്ദേഹം മരണത്തെ ഓർക്കുകയും സ്വന്തം ശരീരത്തോട് ഇങ്ങനെ ഉപദേശിക്കുകയും ചെയ്തു വന്നു. എൻ്റെ ശരീരമേ, നാളെ മഹ്ശറയിൽ ഹാജരാക്കപ്പെടുമ്പോൾ പാപികൾ ഖേദിച്ചുകൊണ്ട് ഇങ്ങനെ അപേക്ഷിക്കുമെന്ന് ഖുർആൻ പ്രഖ്യാപിക്കുന്നു. എൻ്റെ റബ്ബേ, എനിക്കൊരിക്കൽ കൂടി ഭൂമിയിലേക്ക് തിരിച്ചു പോകാൻ അവസരം തന്നാൽ ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്തു കൊള്ളാം. ഇത് സത്യമാണെന്ന കാര്യത്തിൽ സംശയമില്ല. എൻ്റെ ശരീരമേ, നിന്നെ ഞാനിതാ ഇപ്പോൾ ഒഴിവാക്കി തരുന്നു. ഒരിക്കൽ കൂടി ദുനിയാവിലേക്ക് തിരിച്ചു ചെന്ന് പശ്ചാത്തപിച്ച് മടങ്ങാൻ അവസരം തരുന്നു. ഇനിയെങ്കിലും സൽക്കർമ്മങ്ങളിൽ മുഴുകുക.
ഇത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വീടിനകത്തേക്ക് പോവുകയും നിസ്കാരത്തിൽ മുഴുകുകയും ചെയ്തു. ഇതായിരുന്നു ആ മഹാത്മാവിൻ്റെ ദിനചര്യ. മനസ്സിനെ പാകപ്പെടുത്തിയ, ജീവിതത്തിൻ്റെ മറുകര കണ്ടെത്താൻ കഴിഞ്ഞ അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങൾ, അവരുടെ മാർഗം പിന്തുടരാൻ നാം ശ്രമിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.